ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയോടെ CPM ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമം തൽക്കാലം അവസാനിപ്പിച്ച് ഭൂരിപക്ഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന സൂചനയാണ് വിജയരാഘവന്റെ പ്രസ്താവന നൽകുന്നത്. ആ വിവാദ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് നിരവധി നേതാക്കളും രംഗത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഭാവിയിലേക്കുള്ള CPMന്റെ കണക്കുകൂട്ടലുകളായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ പാർട്ടിയുടെ ന്യൂനപക്ഷ പ്രീണന നയത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അമിതമായ ന്യൂനപക്ഷ പ്രീണന നയം പാർട്ടിക്ക് തിരിച്ചടിയായെന്നും ഇത് ഭൂരിപക്ഷ മതസ്ഥരെ പാർട്ടിയിൽ നിന്ന് അകറ്റാനും വോട്ട് കുറയാനും ഇടയാക്കിയെന്നും CPM വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. ഈ പ്രീണന നയം കൊണ്ട് മറ്റ് ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു. ഭൂരിപക്ഷ സമുദായങ്ങളും പാർട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഇതെല്ലാം പാർട്ടിയുടെ സ്ഥിരം വോട്ടുകളിൽ കുറവുണ്ടാക്കാൻ ഇടയാക്കിയെന്നും വിവാദങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒരേ രീതിയിൽ കൊണ്ടുപോകണമെന്നും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറയുന്നുണ്ട്. പുനരധിവാസ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കാര്യമായ വിമർശനമുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിന്റെ നിലപാടും വിമർശിക്കപ്പെട്ടിരുന്നു. പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർക്ക് പണം തിരികെ നൽകാത്തത് തിരിച്ചടിയായെന്നും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിഷയം ബാധിച്ചേക്കുമെന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരായ പരാമർശത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനെ ന്യായീകരിച്ചുകൊണ്ട് CPM നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി, LDF കൺവീനറായ TP രാമകൃഷ്ണൻ എന്നിവരാണ് വിജയരാഘവന്റെ പ്രസ്താവനയെ ന്യായീകരിച്ചത്. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും UDFന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും SDPIയുടെയും സഖ്യകക്ഷി എന്ന നിലയിലുള്ള വോട്ടോടുകൂടിയാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. UDF ഒരു സഖ്യകക്ഷിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിനെയും SDPIയെയും ചേർത്ത് നിർത്തുകയാണെന്ന് MV ഗോവിന്ദൻ പറയുകയുണ്ടായി. ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉൽപ്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വർഗീയതയ്ക്കെതിരായി സജീവമായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന വാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് സ്വാഭാവികമായി UDFന്റെ കക്ഷിയായി മാറുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കോൺഗ്രസിൽ മാത്രമല്ല ലീഗിലും ശക്തിയായി ഉയർന്നു വരും. ന്യൂനപക്ഷ വർഗീയവാദത്തെ ശക്തമായി ഞങ്ങൾ ഇനിയും എതിർക്കും. ഭൂരിപക്ഷ വർഗീയതയെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായ RSSനെയും എതിർക്കുമെന്നും MV ഗോവിന്ദൻ പറയുകയുണ്ടായി. വിജയരാഘവന്റെ പ്രസംഗത്തിന് പുറത്തു നടക്കുന്ന കോലാഹലങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് TP രാമകൃഷ്ണൻ പ്രതികരിക്കുകയുണ്ടായി. വർഗീയ ശക്തികളുമായി ചേരുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാടിനെയാണ് വിമർശിച്ചത്. മതരാഷ്ട്രവാദം ഉയർത്തുന്ന SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ UDF ക്യാമ്പിനകത്ത് ഉറച്ചു നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെയാണ് വിജയരാഘവൻ വിമർശിച്ചത്. ലീഗാണ് വർഗീയ ശക്തികളുടെ സ്വാധീനം UDFന് അകത്ത് ഉറപ്പിക്കുന്നത്. അവരുടെ സ്വാധീനം കൊണ്ടാണ് ഇത്തവണ UDF വിജയം നേടിയത്. പാലക്കാട് SDPI ആണ് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത്. വിജയരാഘവന്റെ പ്രസംഗം വർഗീയ നിലപാടിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കലാണ്. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയത്തിന് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്വാധീനമുണ്ട്. ലീഗ് ഒരു വർഗീയ സംഘടനയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് സാമുദായിക സംഘടനയാണ്. വർഗീയവാദികൾക്ക് മണ്ണൊരുക്കുന്ന നിലപാട് CPMന് ഇല്ല എന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. വിജയരാഘവന്റെ പ്രസംഗത്തിൽ വിമർശന വിധേയമായ ഒരു വാക്കുപോലും ഇല്ലെന്ന് PK ശ്രീമതിയും പ്രതികരിച്ചിരുന്നു. പാർട്ടി നയത്തിന് അനുസൃതമായ കാര്യങ്ങളാണ് വിജയരാഘവൻ പറഞ്ഞത്. കോൺഗ്രസ് തികഞ്ഞ വർഗീയവാദത്തെ കേരളത്തിൽ കൂട്ടുപിടിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരസ്യമായി വർഗീയതയെ കൂട്ടുപിടിച്ചില്ലേ? അത് പറയുമ്പോൾ എന്തിനാണ് പൊള്ളുന്നതെന്നും വർഗീയ സംഘടനകൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞില്ലേ എന്നും വർഗീയരാഘവൻ പരാമർശം വെറുതെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണെന്നും ഇത്തരം പരാമർശം നടത്തിയതുകൊണ്ട് വിജയരാഘവൻ അതാകില്ല എന്നും PK ശ്രീമതി വ്യക്തമാക്കിയിരുന്നു.